Chemicals which are used either to prevent the growth or kill microorganisms are called antiseptics. സൂക്ഷ്മജീവികളുടെ വളർച്ച തടയാനോ അവയെ നശിപ്പിക്കാനോ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളെയാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. These are not harmful to living tissue and hence can be safely applied on cuts, wounds, ulcers and diseased skin surfaces. ഇവ ജീവിച്ചിരിക്കുന്ന കോശങ്ങൾക്ക് ഹാനികരമല്ല, അതിനാൽ മുറിവുകൾ, ചീരങ്ങൾ, അൾസറുകൾ, രോഗബാധിത ത്വക്ക് എന്നിവയിൽ സുരക്ഷിതമായി ഉപയോഗിക്കാം. Some of the very familiar examples are given below. Dettol is an antiseptic. It is a mixture of chlorocyanol and terpenol. Dettol ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. ഇത് ക്ലോറോസൈനോൾ, ടെർപിനോൾ എന്നിവയുടെ മിശ്രിതമാണ്. ബിത്തിനോൾ ഈസ് ആഡഡ് ടു സോപ്സ് ടു ഇമ്പാർട്ട് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി. സോപ്പുകൾക്ക് ആൻറ്റിസെപ്റ്റിക് ഗുണം നൽകാൻ ബിത്തിനോൾ ചേർക്കുന്നു. അയഡിൻ ഈസ് എ പവർഫുൾ ആൻറ്റിസെപ്റ്റിക്. ഇറ്റ്സ് 2 to 3% സൊല്യൂഷൻ ഇൻ ആൻ ആൽക്കഹോൾ വാട്ടർ. മിക്സ്ചർ ഈസ് നോൺ ആസ് ടിക്ചർ ഓഫ് അയഡിൻ. ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺ വുഡ്സ്. അയഡിൻ ശക്തമായ ആൻറ്റിസെപ്റ്റിക് ആണ്. ഇത് 2 മുതൽ 3% ആൽക്കഹോൾ വെള്ള മിശ്രിതത്തിലുണ്ടെങ്കിൽ ടിക്ചർ ഓഫ് അയഡിൻ എന്ന് പറയുന്നു. ഇത് മുറിവുകളിൽ ഉപയോഗിക്കുന്നു. അയഡോഫോം ഈസ് യൂസ്ഡ് ആസ് ആൻ ആൻറ്റിസെപ്റ്റിക് ഫോർ വോൺസ്. Boric acid in dilute aqueous solution in a weak antiseptic for this eyes. Chemical structures ആണ് ഈ മൂന്നെണ്ണം. ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് നോക്കി വെച്ചാൽ. Disinfectants. Chemical used to kill microorganisms but not safe for application on living tissue are called disinfectants. സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നെങ്കിലും ജീവിച്ചിരിക്കുന്ന കോശങ്ങളിൽ ഉപയോഗിക്കാൻ സുരക്ഷിതമല്ലാത്ത രാസവസ്തുക്കളെയാണ് ഡിസ്ഇൻഫെക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. They are generally used to kill microorganisms present in hospitals, rooms, floors, toilet, trains, etc. ഇവ ആശുപത്രികൾ, മുറികൾ, നിലങ്ങൾ, ടോയ്ലറ്റുകൾ, ട്രെയിനുകൾ എന്നിവ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. സോഡിയം ഹൈഡ്രോക്ലോറൈറ്റ് solution and bleaching powder are very commonly used disinfectants. സോഡിയം ഹൈപ്പോക്ലോറൈറ്റും ബ്ലീച്ചിങ് പൗഡർ എന്നിവ സാധാരണ ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റുകളാണ്. ഓസോൺ ആൻഡ് ക്ലോറിൻ ആർ യൂസ്ഡ് ടു ഡിസിൻഫെക്ട്. വെള്ളം ശുദ്ധീകരിക്കാൻ ഓസോൺ, ക്ലോറിൻ ഉപയോഗിക്കുന്നു. ദ സെയിം സബ്സ്റ്റൻസ് മേ ആക്ട് ആസ് ആൻ ആൻറ്റിസെപ്റ്റിക് ആസ് വെൽ ആസ് ആൻ ഡിസിൻഫെക്റ്റന്റ് ഇൻ വേരിയിങ് കോൺസെൻട്രേഷൻ. ഒരേ വസ്തു കോൺസെൻട്രേഷൻ അനുസരിച്ച് ആൻറ്റിസെപ്റ്റിക്കായും ഡിസിൻഫെക്റ്റായും പ്രവർത്തിക്കുന്നു. ഫോർ എക്സാമ്പിൾ, a 0.2% solution of phenol is an antiseptic while 1% solution is a disinfectant. ഉദാഹരണത്തിന് ഫീനോൾ 0.2% ആണെങ്കിൽ ആൻറ്റിസെപ്റ്റിക് 1% ആണെങ്കിൽ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻറ്റ്സ് ആർ collectively called antimicrobial drugs. ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റിസെപ്റ്റിക്സ്, ഡിസ്ഇൻഫെക്റ്റൻറ്റ്സ് എന്നിവ ഒരുമിച്ച് ആൻറ്റിമൈക്രോബിയൽ ഡ്രഗ്സ് എന്ന് പറയുന്നു. Anesthetics. General anesthetic are the drugs which produce a reversible loss of consciousness and all types of sensations. General anesthetics ബോധവും എല്ലാ അനുഭവങ്ങളും താത്കാലികമായി നഷ്ടപ്പെടുന്ന മരുന്നുകളാണ്. The main features of general anesthesia involve loss of sensation, pain, sleep and amnesia, immobility, muscle relaxation and abolition of reflexes. പ്രധാന ഗുണങ്ങൾ വേദന ഇല്ലാതാക്കുക, ഉറക്കം, ഓർമ്മനഷ്ടം, ശരീരചലനം ഇല്ലാതാക്കുക, പേശികൾ ശമിപ്പിക്കുക, റിഫ്ലക്സ് ഇല്ലാതാക്കുക. ജനറൽ anesthetics can be inhalational anesthetics, intravenous anesthetic. ഇവ ശ്വസനത്തിലൂടെ ഇൻഹലേഷണൽ അല്ലെങ്കിൽ വെയിൻ വഴി ഇൻട്രാവീനസ് നൽകാം. എക്സാമ്പിൾ കെറ്റാമിൻ, ഒപ്പിയോയിഡ്സ്, ബാർബിട്രേറ്റ്സ്, ബെൻസാഡിയോഅസെപൈൻസ് എന്നിവയാണ്. ലോക്കൽ അനസ്തേറ്റിക്സ്. ലോക്കൽ അനസ്തേറ്റിക് ബ്ലോക്ക് നെർവ് കണ്ടക്ഷൻ ആൻഡ് കോസ് ലോസ് ഓഫ് പെയിൻ ഇൻ എ ലിമിറ്റഡ് ഏരിയ. ഇവ നാഡീ പ്രവർത്തനം തടഞ്ഞ് ഒരു ചെറിയ ഭാഗത്ത് മാത്രം വേദനയില്ലാതാക്കുന്നു. 2 ടൈപ്സ് ആണ്, ഇൻജെക്റ്റബിൾ അനസ്തേറ്റിക്കും സർഫസ് അനസ്തേറ്റിക്കും. അതിൽ ഇൻജെക്റ്റബിൾ അനസ്തേറ്റിക് എന്ന് പറഞ്ഞാൽ പ്രോക്കെയിൻ, പ്രിലോക്കെയിൻ, ടെട്രാക്കെയിൻ കുത്തിവയ്ക്കുന്ന മരുന്നുകളാണ്. സർഫേസ് അനസ്തേറ്റിക് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടൈൽ അമിനോ ബെൻസോയേറ്റ്, കൊക്കെയിൻ, ലിഗനോക്കെയിൻ, ടെട്രോക്കെയിൻ, ബെൻസോഗനേറ്റ് പുറത്തു പുരട്ടുന്ന മരുന്നുകളാണ് ഇവ. ട്രാങ്കുലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാങ്കുലൈസേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ്. ട്രാൻസ്ലൈസിനെ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് എന്നും വിളിക്കുന്നു. ദിസ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് സിയോഫ്രേനിയ, അക്യൂട്ട് മാനിയ ആൻഡ് അതർ സൈക്കോട്ടിക് സ്റ്റേറ്റ്സ്. ഈ രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. കൺവെൻഷണൽ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ബ്ലോക്ക് ഡോപമൈൻ റിസെപ്റ്റേഴ്സ്. പഴയ മരുന്നുകൾ ഡോപമൈൻ റിസെപ്റ്റേഴ്സ് തടയുന്നു. ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ബ്ലോക്ക് സെറാട്ടോണിൻ റിസെപ്റ്റേഴ്സ്. പുതിയ മരുന്നുകൾ സെറാട്ടോണിൻ 5-HT റിസെപ്റ്റേഴ്സ് തടയുന്നു. ദിസ് ഡ്രഗ്സ് കാം ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് ആർ റിലീവ് സിംറ്റംസ്. ഇവ രോഗികളെ ശാന്തരാക്കുകയും ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. എക്സാമ്പിൾ ക്ലോറോപ്രൊമാസിൻ, ക്ലോസോപൈൻ. നമ്മൾ 2 എക്സാമ്പിളൊക്കെ പഠിച്ചത് വായി കിട്ടുന്നില്ല പറയാൻ. 5-HT റിസെപ്റ്റേഴ്സ് ആർ സെറാട്ടോണിൻ റിസെപ്റ്റേഴ്സ് ഇൻ ബ്രെയിൻ പാത്വേസ് റിലേറ്റഡ് ടു റിവാർഡ് ആൻഡ് മോട്ടിവേഷൻ. റിസെപ്റ്റേഴ്സ് എന്ന റിവാർഡ്, മോട്ടിവേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് സെറാട്ടോണിൻ റിസെപ്റ്റേഴ്സ് ആണ്. 5-HT receptors in the mesolimbic system are serotonin 5-hydroxytryptamine receptors located in brain pathways linked to motivation. Narcotics or opioids. Any substance which produce morphine-like analgesia is called narcotics or opioids. Morphine പോലെ വേദന കുറയ്ക്കുന്ന പെയിൻ റിലീഫ് സ്വഭാവമുള്ള ഏതെങ്കിലും പദാർത്ഥങ്ങളെ നർക്കോട്ടിക്സ്, ഒപ്പിയോയിഡ്സ് എന്ന് വിളിക്കുന്നു. മോർഫിൻ is the most important alkaloid of opium. ഒപ്പിയത്തിലുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട ആൽക്കലോയിഡാണ് മോർഫിൻ. ദ ടേം ഒപ്പിയേറ്റ്സ് റെഫേഴ്സ് ടു ഡ്രഗ് ഡെറൈവ്ഡ് ഫ്രം ഒപ്പിയം പോപ്പി. ഒപ്പിയേറ്റ്സ് എന്ന പദം ഒപ്പിയം പോപ്പി സസ്യത്തിൽ നിന്ന് ലഭിക്കുന്ന മരുന്നുകളെ സൂചിപ്പിക്കുന്നു. നാച്ചുറൽ ഒപ്പിയം ആൽക്കലോയിഡ്സ് മോർഫിൻ, കോഡെയിൻ, ടെബൈൻ എക്സെട്ര. പ്രകൃതിദത്തമായ ഒപ്പിയം ആൽക്കലോയിഡുകളാണ് ഇവ മൂന്നെണ്ണവും. സെമി സിന്തറ്റിക് ഒപ്പിയേറ്റ്സ് ഹീറോയിൻ, ഫോൾക്കോഡിൻ, ഹൈഡ്രോമോർഫോൺ എക്സെട്ര. ഭാഗികമായി കൃത്രിമമായി നിർമ്മിച്ച ഒപ്പിയേറ്റുകളാണ് ഇവ. സിന്തറ്റിക് ഒപ്പിയോയിഡ്സ് ആണ് പെറ്റിഡിൻ, ട്രാമഡോൾ, മെത്തഡോൺ, ഫെൻഡാനൈൽ എക്സെട്ര. പൂർണ്ണമായി ലാബിൽ നിർത്തിയ ഒപ്പിയോയിഡുകളാണ് ഈ 4 നാർക്കോട്ടിക് പ്രൊഡ്യൂസ് അനൽജെസിയ, നാർക്കോസിസ്, സ്റ്റേറ്റ് ഓഫ് സ്റ്റൂപ്പർ ഓർ സ്ലീപ്പ് ആൻഡ് അഡിക്ഷൻ. മോർഫിൻ റിലീവ്സ് ടോട്ടൽ പെയിൻ. നാർക്കോട്ടിക്സ് വേദന കുറയ്ക്കുന്നു. അനൽജെസിയ ഉറക്കം, മന്ദാവസ്ഥ ഉണ്ടാക്കുന്നു. കൂടാതെ അടിമത്തം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മോർഫിൻ ശക്തമായ വേദന പോലും കുറയ്ക്കാൻ സഹായിക്കുന്നു. ആൻറ്റിഡിപ്രസൻസ്. ആൻറ്റിഡിപ്രസൻസ് ആർ ഡ്രഗ്സ് യൂസ്ഡ് ടു റിലീവ് ഡിപ്രഷൻ. ഡിപ്രഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ആൻറ്റിഡിപ്രസൻ എന്ന് വിളിക്കുന്നത്. ഡിപ്രഷൻ ഇസ് ദ ഫീലിംഗ് ഓഫ് സാഡ്നസ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, സെൽഫ് നെഗ്ലക്ട്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആൻഡ് ഈവൻ സൂസൈഡ് ഫീലിംഗ്. ഡിപ്രഷൻ എന്നത് ദുഃഖം, താല്പര്യമില്ലായ്മ, സ്വയം പരിചരണക്കുറവ്, ഉറക്ക പ്രശ്നങ്ങൾ, ചിലപ്പോൾ ആത്മഹത്യ ചിന്തകൾ എന്നിവയടങ്ങിയ അവസ്ഥയാണ്. മോണോ അമൈൻസ് ഇൻ ദ കോർട്ടിക്കൽ ആൻഡ് ലിംഫിക് സിസ്റ്റം ഡിഗ്രീസ് ഇൻ ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോപാത്തിക് കണ്ടീഷൻ ഇൻ സെവറൽ കേസസ്. തലച്ചോറിലെ കോർട്ടിക്കൽ ലിംബിക് സിസ്റ്റങ്ങളിൽ ഉള്ള മോണോ അമൈൻസ് എന്ന രാസവസ്തുക്കളുടെ അളവ് ചില സാഹചര്യങ്ങൾ കുറയുന്നു. ദ റീസൺസ് ആർ ബിലീവ്ഡ് ടു ബി ഡ്യൂ ടു ഡിക്രീസ് ഇൻ ലെവൽസ് ഓഫ് ഫാക്ടർ ഓർ അബ്നോർമാലിറ്റി ഇൻ തൈറോയ്ഡ് ഫംഗ്ഷൻ ആൻഡ് സെക്സ് സ്റ്റിറോയ്ഡ് ലെവൽസ്. ഇതിന് കാരണമാകുന്ന ചില രാസഘടകങ്ങളുടെ കുറവ്, തൈറോയ്ഡ് പ്രവർത്തന വ്യതിയാനം അല്ലെങ്കിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ എന്നിവയാകുമെന്ന് കരുതുന്നു. The term psychedelic was coined by Osmond in 1957. ഈ പദം 1957 ഓസ്മണ്ട് ആണ് ഉപയോഗത്തിൽ കൊണ്ടുവന്നത്. ലൈസർജിക് ആസിഡ് ഡൈഇഥൈൽമൈഡ് LSD is a prototypical psychedelic drug that produces a state of altered consciousness including prominent visual distortion, hallucination and a state of oceanic awareness. LSD ഒരു പ്രധാന സൈക്കാഡെലിക് മരുന്നാണ്. ഇത് ബോധാവസ്ഥ മാറ്റുകയും ദൃശ്യവ്യതിയാനങ്ങൾ, ഹാലുസിനേഷൻ, പ്രത്യേകമായ അനുഭവങ്ങൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യുന്നു. Psychedelic drugs are now defined as drugs that induce an LSD-like hallucinogenic effect via activation of 5-HT2 serotonin receptors. സെറാട്ടോണിൻ റിസപ്റ്ററുകൾ സജീവമാക്കുന്നതിലൂടെ LSD പോലുള്ള ഹാലുസിനേഷൻ ഉണ്ടാക്കുന്ന മരുന്നുകളെയാണ് സൈക്കാഡെലിക് ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. ദി സബ്സ്റ്റൻസസ് ആർ ഇലീഗൽ ബട്ട് സം ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. ഇവ പല രാജ്യങ്ങളിലും നിയമവിരുദ്ധമാണ്, പക്ഷേ ചിലത് ഔഷധ ഗുണങ്ങൾ ഉള്ളതുമാണ്. ഇതിനെ 3 തിരിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് സൈഡലിക് ഡ്രഗ്സ്, ക്ലാസിക് ഹാലോസിനേഷൻസ്, പിന്നെ ഡിസോസിയേറ്റീവ് ഡ്രഗ്സ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആംഫെറ്റാമിൻ അനലോഗ്സ് MDMA. പിന്നെ പഠിക്കാനുള്ളത് എഫക്ട്സ് ഓഫ് ഹാലുസിനൻസ് ആണ്. ദ ഫ്ലോ ഓഫ് തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് പെർസെപ്ഷൻ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹാലോസിനോജനിക് എക്സ്പീരിയൻസ് ക്യാൻ റിസൾട്ട് ഇൻ പാനിക്. ഹാലുസിനേഷൻ സമയത്ത് ചിന്തകളും അനുഭവങ്ങളും മാറിപ്പോകുന്നത് ഭയം, പാനിക് ഉണ്ടാക്കാം. എക്സാമ്പിൾ LSD കേസ്. ഉദാഹരണമായി LSD ഉപയോഗിച്ചിരുന്ന ഒരാൾക്ക് തൻ്റെ കൂട്ടുകാരൻ ഒരു വലിയ പല്ലിയായി മാറിയതായി തോന്നി, അതിനാൽ വാഹനം തകർക്കാൻ ശ്രമിച്ചു. ഹാലോസിനജൻസ് സംടൈംസ് അപ്പിയർ ടു ഓൾട്ടർ സൈക്കോളജിക്കൽ ഫങ്ഷൻസ് ഇയേഴ്സ് ആഫ്റ്റർ ഡ്രഗ് യൂസ്. ചിലപ്പോൾ ഈ മരുന്നുകൾ ഉപയോഗിച്ചതിന് ശേഷവും വർഷങ്ങൾക്കിപ്പുറം മാനസിക പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങളുണ്ടാകാം. 3 കോസ് സൈക്കോസിസ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പോർഷനും കൂടിയാണുള്ളത്. അതും കൂടെ കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ കഴിയുന്നതായിരിക്കും.